ഹലോ ഗൈസ്, ട്രിവാൻഡ്രം മിഷാസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും എങ്ങനെ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കണം നോക്കാം. അത് വീട്ടിൽ തന്നെ. വീട്ടിലേക്ക് പോകാം ഗൈസ്, കം ഓൺ. ഞാൻ സ്റ്റാർ ഉണ്ടാക്കാൻ പോകുന്നത് ചാർട്ട് പേപ്പറിലാണ്. നമുക്ക് ചാർട്ട് പേപ്പറിലോ ക്രാഫ്റ്റ് പേപ്പറിലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു 5 പീസാണ് എടുത്തിട്ടുള്ളത്. 30 സെന്റിമീറ്റർ നീളത്തിൽ 5 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലോട്ട് കടക്കാം. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് 30 സെന്റിമീറ്റർ ചാർട്ട് പേപ്പറിലെ അതിന് നല്ലൊരു സർഫേസിൽ വെക്കുക. അതിനുശേഷം ഈ ചാർട്ട് പേപ്പറിനെ ഇതുണ്ടോ, ഈ കോണോട് കോണ് ഇതുപോലെ ഈക്വലായിട്ട് മടക്കിയെടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ഇതിനെ തിരിച്ചു മടക്കിയെടുക്കണം. ഇത് വേറൊന്നിനുമല്ല, ഈ പീസ് നമുക്ക് സ്ക്വയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഐഡിയ പ്രയോഗിച്ചത്. കണ്ടോ, ഇതുപോലെ തിരിച്ച് മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു കത്രിക ഉപയോഗിച്ച് ഈ പീസിനെ കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ നമ്മൾ ആ മടക്കിയ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടു ഗൈസ്, നല്ല സ്ക്വയർ ആയിട്ടുള്ള പീസ് കിട്ടിയുണ്ടോ. ഇതുപോലെ 5 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5ഉം ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 5 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ കണ്ടോ, 5 എണ്ണം ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ക്വയർ ഷീറ്റില്ലേ, ഇതിനെ കോണോട് കോണ് മടക്കുക. ഇതുപോലെ ഒരുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ കണ്ടോ, കണ്ടോ, നമ്മൾ ഈ മടക്കിയെടുക്കുമ്പോൾ സെൻറ്ററിൽ കണ്ടോ ഒരു ലൈൻ കാണാം. ഈ ലൈനോട് ചേർത്ത് നമ്മൾ കണ്ടോ ഇതുപോലെ ആ ലൈനിന് കൂടെ ചേർത്ത് തന്നെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. വീണ്ടും ഈ ഒരു സൈഡാണ് ഈ കോണോട് കോണ് ഇങ്ങനെ മടക്കിയെടുക്കുക. വളരെ ഈസി പരിപാടിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, അതിനകത്ത് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. ഈ കോണൊക്കെ നല്ല ഷാർപ്പായിട്ട് തന്നെ എടുക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാലേ ആ സ്റ്റാറിൻ്റെ ആ ഒരു കോണൊക്കെ നല്ല ഷാർപ്പായിട്ട് വരത്തുള്ളൂ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ മടക്കിയെടുത്തതിൻ്റെ എൻഡില്ലേ, അവിടെ നിന്നും 1.5 സെൻറ്റിമീറ്റർ മാറ്റി ഇവിടെ കണ്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ എൻഡില്ലേ, ഈ എൻഡ് ഈ മാർക്ക് ചെയ്ത എൻഡിനോട് ചേർത്ത് ഇങ്ങനെ വയ്ക്കുക. വേറൊന്നുമില്ല, നമുക്കത് ഇവിടെ ഈ ഗം വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയാണ്. കണ്ടോ ഗൈസ്, കണ്ടോ ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മളത് മടക്കിയെടുത്തില്ലേ, ഇതിന് മുകൾ സൈഡിലായിട്ട് കണ്ടോ ഇവിടെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടോ നമ്മൾ ആ പശ തേച്ചില്ലേ, ആ ഒരു ഭാഗം ഇതിലോട്ട് ചേർത്ത് വെച്ച് ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ നല്ല അതിനുശേഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ മേൾ സൈഡിൽ ഗം അപ്ലൈ ചെയ്ത് ഒട്ടിക്കത്തില്ലേ, അപ്പോൾ ഈ അടിഭാഗത്ത് പശ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ പശയൊക്കെ ഒട്ടി വരുന്ന സമയത്ത് കണ്ടോ ഇത് ഈ ചാർട്ട് പേപ്പർ ഒട്ടിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കെയിൽ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി, അപ്പോഴേ ഒട്ടത്തില്ല. എന്നിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് ഉണക്കിയെടുക്കുക. ഇത് അപ്പോഴേ നമ്മൾ 5 ഒട്ടിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം ഗൈസ്, കം ഓൺ. സെൻട്രൽ നമ്മുടെ ലൈനില്ലേ, അവിടെ നിന്നും ഇവിടെ ഇതിൽ നിന്ന് ഇവിടേക്ക് ഒരു 3 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിൽ വെച്ചതിന് ശേഷം മാർക്ക് ചെയ്യുക. കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ എൻഡിൽ നിന്നും ആ മാർക്ക് ചെയ്ത എൻഡിലേക്ക് സ്കെയിൽ വെച്ച് ഇങ്ങനെ ലൈൻ ചെയ്യുക. അതുപോലെ ഇവിടെ നിന്നും അതുപോലെ ലൈൻ ചെയ്യുക. കണ്ടോ, ഇതുപോലെ ലൈൻ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ഈ ലൈനിൽ നിന്ന് ഇവിടേക്ക് നമ്മൾ കത്രിക വെച്ച് വെട്ടി മാറ്റുക. ഗൈസ് കണ്ടോ, നമ്മൾ 5 എണ്ണം ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അതിനുശേഷം ഈ സ്റ്റാറിൻ്റെ എൻഡില്ലേ, അവിടെ നിന്നും 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങറ്റത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലും 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റും ഈ സെൻട്രൽ പോയിന്റിലോട്ട് 2 സൈഡിൽ നിന്നും വരച്ച് യോജിപ്പിക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻട്രൽ പോയിന്റില്ലേ, ഇവിടെ നിന്ന് ഒരു കുഞ്ഞ് ട്രയാങ്കിൾ വെട്ടിയെടുക്കുക. ഇതുപോലെ വെട്ടിയെടുക്കുക. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ വെട്ടിയെടുക്കുക. അതുപോലെ തന്നെ ഈ എൻഡില്ലേ, ഈ 2 എൻഡിൽ നിന്നും കുറേശ്ശെ ഇതുപോലെ ചെറിയൊരു ട്രയാങ്കിൾ വെട്ടിയെടുക്കുക.
ഇതൊരു ഒട്ടിയെടുക്കുക. നമ്മൾ ഈ ലൈനില്ലേ, ഈ ലൈനിലേക്ക് ഇതിങ്ങനെ തിരിച്ച് മടക്കി എടുക്കുക. ഈ സൈഡും ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ ഈ മടക്കിയ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ അത് ഇതുപോലെ മടക്കിയെടുക്കണം. ഇതാ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ മടക്കി കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കാൻ പറ്റും. ഇതുപോലെ വെച്ചിട്ട് ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് വെച്ചിട്ട് തിരിച്ച് മടക്കിയാൽ മതി. അപ്പോൾ നല്ല പെർഫെക്ഷനോടെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇതാ ഈ എൻഡില്ലേ ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നമുക്ക് 5 എണ്ണം നമ്മൾ ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 5 എണ്ണം വെട്ടി ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം ഗൈസ്. ഇനി നമുക്ക് നമ്മൾ ആ മടക്കി വെച്ചിരിക്കുന്നില്ലേ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതായത് ഇതുപോലെ പശ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് സൈഡിൽ നല്ല രീതിയിൽ പശ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ സൈഡിലും നല്ല രീതിയിൽ തന്നെ പശ അപ്ലൈ ചെയ്യണം. എന്നാലേ ഇത് നല്ല രീതിയിൽ ഒട്ടി ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇളകിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഈ പശ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് ഈ കാണുന്ന ഈ സ്റ്റാറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കണ്ടോ ഇതിനകത്ത് ഇതുപോലെ രണ്ട് സൈഡും അകത്തേക്ക് ഇങ്ങനെ ഇറക്കി, കുറച്ച് പാടായിട്ട് തോന്നും എന്നാലും കണ്ടോ നല്ല ടൈറ്റ് ചെയ്ത ഇതുപോലെ രണ്ട് സൈഡും നല്ല രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല പ്രസ്സാക്കി തന്നെ വെച്ചോണം, അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാവും ഇതുപോലെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ കണ്ടോ രണ്ട് സൈഡും ഇതുപോലെ നല്ല രീതിയിൽ പശ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നല്ല പ്രസ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. ഇതുപോലെ നമുക്ക് 5 എണ്ണം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് 5 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ സ്റ്റാറൊക്കെ ഏകദേശം ഒട്ടിയിട്ടുണ്ട്. ഇനി ചെറിയൊരു പണിയുടെ ബാക്കിയുണ്ട്. ഈ കാണുന്ന ഈ രണ്ട് റൗണ്ടായിട്ട് വെട്ടിക്കുന്ന പേപ്പറിൽ ഇതിനകത്ത് വെച്ച് ഒട്ടിക്കണം. ഇത് വേറൊന്നിനുമല്ല, നമുക്ക് ഇതിലോട്ടൊരു കെട്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് കീറി പോകാതിരിക്കാനാണ് ഇത് നമ്മൾ ആഡ് ചെയ്ത് വയ്ക്കും. ഇതൊരു പശ ആഡ് ചെയ്തതിന് ശേഷം ഈ സ്റ്റാറിൻ്റെ ഈ അകത്തെ സൈഡില്ലേ ആ സൈഡിൽ കണ്ടോ ഇതിൻ്റെ സെൻറ്റർ കണക്കാക്കി ഇവിടെ നിന്ന് ഫിക്സ് ചെയ്യുക. ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഒട്ടിച്ചെടുത്ത് നമ്മുടെ പഞ്ചർ ഉപയോഗിച്ച് ഒരു ഹോൾ ചെയ്യുക. നൂല് കെട്ടാൻ വേണ്ടിയാണ്. ഇതുപോലെ രണ്ട് സൈഡും സെൻറ്റർ കണക്കാക്കി ഓരോ ഹോൾ ചെയ്ത് കൊടുക്കുക. കണ്ടോ ഗൈസ്, ഇതുപോലെ. അപ്പോൾ നമ്മളിത് സ്റ്റാറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് കുറച്ച് ഹോളൂടെ നമുക്ക് ചെയ്യേണ്ടത്, പഞ്ചർ ഉപയോഗിച്ച് കുറച്ച് ഹോൾ ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ രണ്ട് കർവ് ഇങ്ങനെ വരയ്ക്കുകയാണ്. രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു കർവ് വരയ്ക്കുകയാണ്. അതുപോലെ ഈ സൈഡിലും വരയ്ക്കണം. അപ്പോൾ നമ്മളിതാ ഇവിടെ രണ്ട് സൈഡിൽ രണ്ട് കർവ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ കറക്റ്റ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. ഹോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചർ ഉപയോഗിച്ച് ഹോൾ ചെയ്യാൻ വേണ്ടി കറക്റ്റ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. രണ്ട് സൈഡും അതുപോലെ ഒരുപോലെ ചെയ്യുക. ഞാനിപ്പോൾ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഓരോ ഹോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാറിന്റെ ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നൂലൊക്കെ ഇട്ട് സ്റ്റാർ നമുക്ക് നിവർത്തിയെടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റാറിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇതുപോലെ നല്ല സിമ്പിൾ ആയിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ട് ഫുഡ് ബ്ലോഗ്, ട്രാവൽ ബ്ലോഗ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ മാക്സിമം ആൾക്കാർക്ക് വീഡിയോ ഷെയർ കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമേ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്.